ഇന്ന് റോഡിൽ കാണുന്ന പല എസ് യുസും കാഴ്ചയിൽ വലിയ വണ്ടികളാണ്. ബിഗ് ഗ്രിൽസ്, ബിഗ് ക്ലാഡിങ്സ്, ചില ഓഫ് റോഡ് സ്വപ്നങ്ങൾ, ഫീച്ചേഴ്സ് കുത്തി നിറച്ചതായിരിക്കും. പക്ഷെ റിയൽ സ്ട്രെങ്ത്, ടഫ്നെസ് എവിടെയാണ്? ചിലത് നമുക്ക് ഒരു ലക്ഷറി ആയിട്ട് തോന്നും, ചിലത് ഫീച്ചേഴ്സ് കുത്തി നിറയ്ക്കുന്നതായിരിക്കും. പക്ഷേ പുഴയിലൂടെയും മൗണ്ടൻസിലൂടെയും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടി. Style ഉണ്ട്, power ഉണ്ട്, and an aspirational value and a legacy too. That is Jeep Compass. നമുക്ക് ഫസ്റ്റ് ഒരു ബിഗ് താങ്ക്സ് പറയാനുള്ളത് ആലുവയിലുള്ള ജീപ്പ് പിനാക്കിളിനോടാണ്. അവിടെ നമ്മളൊരു വണ്ടി ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ മാർക്കറ്റിംഗ് മാനേജർ ബോണി എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവിധ ഹെൽപ്പും പിന്നെ ആ ഒരു കോപ്പറേഷനും നമുക്ക് തന്നു. സോ അതുകൊണ്ടാണ് നമുക്ക് ഇന്നൊരു ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ബിഗ് താങ്ക് യു അഗെയിൻ. നിങ്ങൾക്ക് ജീപ്പ് നോക്കണം, അല്ലെ കോമ്പസ് എടുക്കണം, അല്ലെ മറ്റു വണ്ടികൾ നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആലുവയിലുള്ള പിനാക്കിൾ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യാം. 2017 ജീപ്പ് കോമ്പസ് ആദ്യമായി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. സോ അന്ന് അതൊരു യുണീക്ക് വണ്ടിയായിരുന്നു. സോ അതിന്റെ ഒരു ടോക്നെസ്, ഒരു അമേരിക്കൻ ബിൽഡിന്റെ ആ ഒരു ആസ്പിറേഷൻസും ഒരു ബസ്നെസ് ഒരു കോമ്പസിന് അന്ന് കിട്ടിയിരുന്നു. പക്ഷെ പിന്നീട് ഈ സെഗ്മെന്റിൽ പല വണ്ടികൾ വന്നു. സോ അത് സെയിൽസിന്, ഈ കോമ്പസിന്റെ സെയിൽസിനെ കാര്യമായിട്ട് ബാധിച്ചു. പക്ഷെ ജീപ്പ് ഇടയ്ക്കിടയ്ക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള പ്രോഗ്രസീവ് അപ്ഡേറ്റ്സ് കൊടുത്തിട്ട് അതിനെ എന്നും ഒരു ലൈം ലൈറ്റിൽ നിർത്തി. സോ ഇന്ന് ഈ 2025 does it stand out and is it really worth it? നമുക്ക് നോക്കാം. വെൽക്കം ടു മോട്ടോർ മൈൻഡ്സ്. ജീപ്പിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു ലൗഡ് ഡിസൈൻ അല്ല, പക്ഷെ ഒരു അണ്ടർസ്റ്റേറ്റഡ് കോൺഫിഡൻസ് അതിനുണ്ട്, വെൽ ഏജ്ഡ് ഡിസൈനും. സോ ആ ഒരു 7 സ്ലോട്ടഡ് ഗ്രിൽ എന്ന് പറയുന്ന ഏത് ബ്ലഡ് ലൈൻ ആണെന്നുള്ളത് നമ്മളെ ഇൻസ്റ്റന്റ്ലി ഓർമ്മപ്പെടുത്തുന്നതാണ്. പിന്നെ ആ ഒരു സ്ലിം ഹെഡ് ലാംപ്സ്, അതേപോലെ ഒരു ബോൾഡ് സ്ട്രക്ചർ, കറക്റ്റ് മിക്സ്ചർ ഓഫ് കർവ്സ് ആൻഡ് മസിൽസ് എന്ന് പറയാം. പ്രൊപ്പോർഷൻസ് ഒക്കെ വെൽ സ്പോട്ട് ഓൺ ആണ്. ആ ഒരു ബിഗ് സ്ക്വയർഡ് വീൽ ആർച്ചസും അതിനോട് ചേർന്ന് തന്നെ ഒരു 18 ഇഞ്ചിന്റെ ഡുവൽ ടോൺ അലോയ് വീൽസും, പിന്നെ ഒരു സ്ക്വയർഡ് ലുക്കാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. അതൊരു അഡ്വഞ്ചർ ലൈഫ് സ്റ്റൈലിന്, ഓഫ് റോഡിങ് ലൈഫ് സ്റ്റൈലിന് ഏറ്റവും ചേരുന്നതാണ്. ഇനി ബാക്കിലോട്ട് വരുമ്പോൾ ആ ഒരു സ്ലിം LED ടെയിൽ ലാംപ്സ് ആണ്. പിന്നെ ഒരു റിയർ സ്പോയിലർ കൊടുത്തിട്ടുണ്ട്, ജീപ്പിന്റെ ലോഗോ, പിന്നെ ഒരു 4x4 ലോഗോ. സോ അതൊക്കെ ആ ഒരു എന്താ പറയാ, ട്രെൻഡിനോട് ചേർന്ന ഡിസൈൻ അല്ല, പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ഐഡന്റിറ്റി കൊടുക്കുന്ന ഡിസൈൻ ലാംഗ്വേജ് ആണ് കോമ്പസ്. പവർ ടെയിൽ ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 438 ലിറ്റേഴ്സിന്റെ ബൂട്ട് സ്പേസ് ആണ്. അതും അതിന്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു നല്ല വൈഡ് ഓപ്പണിങ്ങും സ്ക്വയർഡ് ഷേപ്പും ആയതുകൊണ്ട് തന്നെ നമുക്ക് ലഗേജ് ഒക്കെ നല്ല രീതിയിൽ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. പിന്നെ 60-40 സ്പ്ലിറ്റ്, റിയർ സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് കൂടുതൽ ലഗേജ് വേണം, പാസഞ്ചേഴ്സ് ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ സീറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് അതും യൂസബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ അതൊക്കെയാണ് ബൂട്ട് സ്പേസിന്റെ ഫീച്ചേഴ്സ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് എന്താ പറയാ, ജീപ്പിന്റെ ജീപ്പ് വില്ലീസിന്റെ ആ ഗ്രില്ല് ഇവിടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വൺ ഈസ്റ്റർ എഗ്. 2 ലിറ്റർ മൾട്ടിജെറ്റ് ടർബോ ഡീസൽ എഞ്ചിനാണ് ജീപ്പ് കോമ്പസിൽ വന്നിരിക്കുന്നത്. അത് 170 ഹോഴ്സ് പവർ പവറും 350 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കുമാണ് തരുന്നത്. നമ്മുടെ ടാറ്റ ഹാരിയറിലും സെയിം എഞ്ചിൻ തന്നെയാണ്, പക്ഷെ പവറും അതിന്റെ ഒരു പെർഫോമൻസിലും കുറച്ച് വ്യത്യാസമുണ്ട്. ആൻഡ് XUV 700 ആണെങ്കിലും അതിന്റെ ഒരു പവർ ഡിഫറൻസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. നമുക്കത് ഒരു ടേബിളിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് സാധാരണ കാണുന്ന വണ്ടികളിൽ കാണുന്ന ഒരു ഫ്ലാഷി ഇന്റീരിയർ അല്ല, പക്ഷേ ലക്ഷറി എടുത്തു പറയുന്നില്ലെങ്കിലും നമ്മളുടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിലും ആ ഒരു പ്രിസിഷൻ മേക്കിങ്ങിലും എല്ലാത്തിലും നമുക്കൊരു അപ്പ് മാർക്കറ്റ് ഫീലാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ബട്ടൺസ് ആണെങ്കിലും ഓരോ പ്ലാസ്റ്റിക്സ് ആണെങ്കിലും എല്ലാം നമ്മൾ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഫീല്, ഒരു കോൺഫിഡൻസ് നമുക്ക് തരും.
പിന്നെ ഇങ്ങോട്ട് സെൻട്രലോട്ട് വരുമ്പോൾ ഒരു 10.1 ഇഞ്ചിന്റെ ടച്ച് ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു പ്രോഗ്രസീവ് അപ്ഡേറ്റ്സിന്റെ ഭാഗമാണ്. പഴയ കോമ്പസിലൊക്കെ ഇത് ചെറിയ സ്ക്രീൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലുക്ക് അല്ലായിരുന്നു. പക്ഷെ ഇത് വന്നപ്പോൾ ഒരു ഇന്റഗ്രേറ്റഡ് സ്ക്രീൻ വന്നപ്പോൾ അതിനൊരു കുറച്ച് മോഡേണിറ്റി വന്നിട്ടുണ്ട്. യൂസബിലിറ്റി നല്ലതാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ ആ ഒരു ഫിസിക്കൽ ബട്ടൺസ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് എല്ലാത്തിനും അതിൻ്റെതായ AC കൺട്രോൾസും ഓഡിയോ കൺട്രോൾസിനും എല്ലാത്തിനും ആ ഒരു ഫിസിക്കൽ കൺട്രോൾസ് ഉള്ളൊരു വളരെ നല്ല കാര്യമാണ്. പിന്നെ ഇങ്ങോട്ട് ഇവിടെ വരുമ്പോഴും നമ്മുടെ 4 വീൽ ഡ്രൈവിന്റെയും ഒക്കെ ബട്ടൺസും സെലക്ഷൻസും പാർക്കിംഗ് ബ്രേക്ക് ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ആണ്, അതിന്റെ കാര്യം പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നീറ്റായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ള ബട്ടൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ബിഗ് ചങ്കി നമുക്ക് ഓഫ് റോഡിനൊക്കെ ചേരുന്ന തരത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്, റൗണ്ട് ഷേപ്പിലുള്ളത് സ്റ്റിയറിംഗ് വീലിംഗ്. അത് കാണാനും ഹോൾഡ് ചെയ്യാനും ഒക്കെ നമ്മൾ ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ലെങ്കിലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നല്ല ഫീലാണ് നമുക്ക് കിട്ടുന്നത്, പിടിച്ച് വണ്ടി ഓടിക്കാൻ. വലിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിലൊരു കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് ഇവിടെ ഒരു സ്റ്റിയറിംഗ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഡീറ്റെയിൽസ് വേണം എന്നുള്ളതിനെ കുറിച്ച് അതിൻ്റെ അകത്ത് വരും. പല ഓപ്ഷൻസ് ഉണ്ട്, പല സ്ക്രീൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അധികം ഡിസ്ട്രാക്ട് ആകാതെ തന്നെ നമ്മുടെ ടയർ പ്രഷറും മറ്റു കാര്യങ്ങളും നോക്കണമെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റോറേജ് നോക്കുവാണെങ്കിലും അത്യാവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റോറേജും ഉണ്ട്. നമുക്കൊരു അത്യാവശ്യം ലാർജ് ആയിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് ഉണ്ട്. പിന്നെ ഡോ പോക്കറ്റ്സിലാണെങ്കിലും 1 ലിറ്റർ കപ്സ് ഒക്കെ വെക്കുന്ന ബോട്ടിൽസ് വെക്കാവുന്ന ഒരു ഡോ പോക്കറ്റ്സ് ഉണ്ട്. വയർലെസ് ചാർജർ ഉണ്ട്. പിന്നെ ഇവിടെ സെൻട്രലിൽ 2 കപ്സ് വെക്കാനുള്ള ഒരു ഹോൾഡർ ഉണ്ട്. അഡ്ജസ്റ്റബിൾ ആംറസ്റ്റ് ആണ്, അത് വളരെ ഒരു കംഫർട്ടബിൾ ആണ്. അതിന്റെ താഴെയാണെങ്കിലും അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് ആണ്. ഇതൊക്കെയാണ് സ്റ്റോറേജ്. സോ പ്രാക്ടിക്കലിയും നമുക്കൊരു ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുവെക്കാനുള്ള ഒരു സൗകര്യങ്ങൾ വണ്ടിയിലുണ്ട്. സോ ഇത് മോഡൽ എസ് ആണ്, അതായത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അപ്പൊ അതിന് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, പാനറോമിക് സൺറൂഫ് വരുന്നുണ്ട്. സോ അതിന്റെയൊക്കെ ഒരു ഫീച്ചർ കംഫോർട്ട്സ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ആസ്വദിക്കാം. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിലിട്ടാലും വണ്ടി മുന്നോട്ട് പോകത്തില്ല. അതിന് നമ്മൾ ആദ്യം സീറ്റ് ബെൽറ്റ് ഇടണം. സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിയുമ്പോൾ ആ ഒരു പാർക്കിംഗ് ബ്രേക്ക് ഡിസെൻഗേജ് ആവും. അപ്പോൾ നമുക്ക് ഡ്രൈവിൽ ഇട്ടിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ വണ്ടി മുന്നോട്ട് പോകാം, റിവേഴ്സ് എടുക്കണമെങ്കിൽ റിവേഴ്സ് എടുക്കാം. എന്നാൽ മാത്രമേ വണ്ടി അനങ്ങത്തുള്ളൂ. സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. നമ്മൾ നോർമലി റോഡിൽ പോകുന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് 4x2 സാധാരണ വണ്ടിയിൽ പോകുന്നത്. കാരണം നമുക്ക് അതിന്റെ ആവശ്യം വരുന്നുള്ളൂ. പവർ ഡിസ്ട്രിബ്യൂഷൻ ഒരു 20% 80% എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. പിന്നെ നമുക്കൊരു ചെറിയ മഡിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള സ്ലഷി ആയിട്ടുള്ള റോഡിലൊക്കെ പോകുമ്പോൾ അത് ചിലപ്പോൾ ഒരു എന്നാലും ഒരു 4x2 തന്നെയായിരിക്കും പോകുന്നത്. അപ്പൊ ഇനി നമുക്കപ്പോൾ അവിടെ 4x4 നമുക്ക് എൻഗേജ് ചെയ്യണമെങ്കിൽ അതിനുള്ള ബട്ടൺസ് നമുക്ക് ഇവിടെയുണ്ട്. അത് നമ്മളിവിടെ 4 വീൽ ഡ്രൈവ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി ഒരു കാരണവശാലും 4x2 പോകത്തില്ല. ഒരു 50-50 ഡിസ്ട്രിബ്യൂഷനിൽ ഫ്രണ്ടിലും റിയറിലും ആ ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ട് എപ്പോഴും 4x4 വണ്ടി അങ്ങനെ പോകുന്നത്. പിന്നെ ഒരു യുണീക്ക് ഫീച്ചർ വരുന്നത് ഈ ഹിൽ ഡീസെന്റ് കൺട്രോൾ ആണ്. അത് നമ്മൾ നല്ലൊരു ചെരിവൊക്കെ ഉള്ള കുത്തനെയുള്ള ഒരു ഇറക്കമൊക്കെ പോകുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഹ്യൂമൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് 4 വീൽസിലേക്കും അതിന്റെ ഡിസ്ക് ഒരേപോലെ ആയിരിക്കും അതിന്റെ പവർ കൊടുക്കുന്നത്, അതിന്റെ ബ്രേക്കിന്റെ എഫക്റ്റ് വരുന്നത്. പക്ഷെ ഇത് നമ്മൾ ഈ ഹിൽ ഡീസെന്റ് നമ്മൾ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പെഡലും യൂസ് ചെയ്യാതെ നമുക്ക് ഇറങ്ങാം. വണ്ടി തന്നെ അത് ഏത് വീലിലാണ് കൂടുതൽ പവർ വേണ്ടത്, ബ്രേക്കിംഗ് പവർ വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് കൺട്രോൾ ചെയ്തോളും. സോ ദാറ്റ് ഇസ് എ വൺ ഗുഡ് തിങ്. അതുപോലെ സാൻഡ്, മഡ്, സ്നോ അങ്ങനെയുള്ള ഡിഫറെന്റ് ടെറൈൻ കണ്ടീഷൻസിൽ വണ്ടി ഓടിക്കാനുള്ള നമുക്ക് ടോഗിൾ ബട്ടൺസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ മാക്സിമം പവർ 4 വീൽ ഡ്രൈവിന്റെ മാക്സിമം പവർ കൊടുക്കാനും എടുക്കാനുമുള്ള ഒരു 4 വീൽ ലോ എന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ ഉണ്ട്. ആൻഡ് നമുക്ക് ഒന്നെങ്കിൽ ഓട്ടോ സെലക്ട് ചെയ്യാം. ഓട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി തന്നെ അത് ഡിസൈഡ് ചെയ്യും ഏത് രീതിയിൽ പോകണമെന്നുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് പോകണമെങ്കിൽ നമുക്ക് സാൻഡ്, മഡ്, സ്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് പോകാം. പിന്നെ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റിന്റെ മെമ്മറി ഫംഗ്ഷൻസ് ഉണ്ട്. 1, 2 and S എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഏത് പൊസിഷനാണ് നമുക്ക് താല്പര്യം എന്നുള്ളത് അത് നമുക്ക് ഇവിടെ മെമ്മറി സെറ്റ് ചെയ്യാം. ആൻഡ് ദാറ്റ്സ് കൺവീനിയന്റ് ഫീച്ചേഴ്സ്. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഫസ്റ്റ് ഞാൻ ഫ്രണ്ടിൽ പറയാൻ മറന്നുപോയ ഒരു കാര്യമാണ്. നമുക്ക് അഡ്വഞ്ചേഴ്സ് അല്ലെങ്കിൽ ഓഫ് റോഡിനൊക്കെ പോയിട്ട് വന്നാലും നമ്മുടെ കാലിലൊക്കെ ചെളിയൊക്കെ ആയിട്ട് കയറിയാലും കുഴപ്പമില്ല, നമുക്ക് വിഷമം തോന്നാത്ത രീതിയിലുള്ള ഒരു എന്തും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലോ മാച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റ് ആണെങ്കിൽ അത്യാവശ്യം വൈഡാണ്. സെഗ്മെന്റിലെ മറ്റ് വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വൈഡല്ല. നമ്മുടെ ഹാരിയർ അതുപോലെ XUV 700 കുറച്ചുകൂടി സീറ്റ് കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും.
എന്നാൽ പിന്നെ ഒരു റിക്ലൈനിങ് ആണെങ്കിലും കുറച്ച് അപ്രൈറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ഫാമിലി ഓറിയൻറ്റഡ് അല്ലെങ്കിൽ കുറച്ച് മുതിർന്നവരൊക്കെ ആയിട്ട് നമ്മൾ പോകുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അവർക്ക് കുറച്ച് കംഫർട്ട് കുറവ് തോന്നാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ നീ റൂം ആണെങ്കിലും ഹെഡ് റൂം ആണെങ്കിലും ഒക്കെ എൻ്റെ ഒരു ഹൈറ്റ് എൻ്റെ 5.6 ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് കുഴപ്പമില്ല. കുറച്ച് ഹൈറ്റ് ഉള്ളവർക്ക്, കുറച്ചുകൂടി ഹൈറ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ കുറച്ച് ഒരു അടുപ്പം തോന്നും. കാരണം ക്യാബിൻ സ്പേസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, മറ്റ് വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വരുന്നില്ല. എന്നാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്, സ്പേസ് ഇല്ലെന്നല്ല. പിന്നെ ക്രീച്ചർ കംഫർട്ട്സ് ആയിട്ട് അത്യാവശ്യം വീതിയുള്ള ഒരു ആംബ്രസ്റ്റ് ഒക്കെയാണ്. അതിലും കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഒറ്റ USB ടൈപ്പ് സി ഉള്ളൂ. അത് വേണമെങ്കിൽ രണ്ടാകാം എന്ന് തോന്നുന്നുണ്ട്, കാരണം ഇത്രയും പ്രൈസ് ഒക്കെ കൊടുക്കുന്ന ഒരു വണ്ടിയാണ്. പിന്നെ എയർ വെൻസ് ഒക്കെ ഉണ്ട്. സോ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസിൽ വന്നിട്ട് ഒരു സൺ ബ്ലൈൻഡ്സ് ഇല്ല. അപ്പോൾ അതും കൊടുക്കായിരുന്നു. ഇപ്പോൾ നമുക്കൊരു 30 ലക്ഷത്തിൻ്റെ മേളിലുള്ള വണ്ടിയിലൊക്കെ നമുക്കൊരു സൺ ബ്ലൈൻഡ്സ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സോ അതില്ല. പിന്നെ ഒരു ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഒരു ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, മെറ്റീരിയൽസിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. സിറ്റി റൈഡിൽ കോമ്പസ് നോട്ട് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റൈഡ് കുറച്ച് സ്റ്റിഫറാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു വൈബ്രേഷൻസ് ഒക്കെ കുറച്ച് ഉള്ളിൽ അറിയാം. കുറച്ച് ചെറിയ പോട്ട് ഹോൾസ് ആണെങ്കിലും ബംസ് ഒക്കെ ആണെങ്കിലും നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ ലോ സ്പീഡിൽ പോകുമ്പോൾ. പിന്നെ അതേപോലെ ലോ സ്പീഡിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലാഗി ആയിട്ട് ഫീൽ ചെയ്യാം. സ്റ്റിയറിങ് കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. സ്റ്റിയറിങ് ലൈറ്റർ ആണ്, എന്നാലും ചില സമയത്ത് അതൊരു ഹെവി ഫീലിംഗ് നമുക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ടേണിംഗ് റേഡിയസ് ആണെങ്കിലും കൂടുതലാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് സിറ്റി ഡ്രൈവിംഗ് നോട്ട് ദ ബെസ്റ്റ്. ശരിക്കും ഹൈവേസും ഓഫ് റോഡുമാണ് ജീപ്പിന്റെ ഒരു എക്സാക്ട് റൈൻ എന്ന് പറയാം. കാരണം അത് കംസ് ടു ലൈഫ്, അല്ലെങ്കിൽ ഇറ്റ് ഫീൽസ് ഹോം എന്ന് പറയാം. ഈ ഓഫ് റോഡിൽ അതിശയിപ്പിക്കുന്ന സ്പീഡോ പെർഫോമൻസോ ഒന്നും നമുക്ക് ജീപ്പ് തരുന്നില്ല. പക്ഷേ ഇറ്റ് ഗിവ്സ് യു കോൺഫിഡൻസ്. നമുക്കിത് എവിടെയും കൊണ്ടു ചെല്ലാം എന്നുള്ള ഒരു ധൈര്യം നമുക്ക് ഉറപ്പായിട്ടും ജീപ്പ് കോമ്പസ് തരുന്നുണ്ട്. ഇനി ഇതിന്റെ കുറച്ച് നമുക്ക് ഡ്രോബാക്സ് അല്ലെങ്കിൽ കോൺസ് എന്ന് പറഞ്ഞാൽ, വണ്ടി ഇറങ്ങിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 2017 ലോഞ്ച് ചെയ്തത്. അപ്പോൾ 2025 8 വർഷത്തോളമായി. അപ്പോൾ നമുക്കൊരു അപ്ഗ്രേഡ് വരേണ്ട ഒരു സമയമാണ്. കാരണം നമുക്ക് അതിന് ശേഷം ഒരുപാട് മോഡൽസ് ഈ ഒരു സെഗ്മെന്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിന് ഞാൻ പറഞ്ഞല്ലോ, ജീപ്പ് അതിൻ്റെ ടൈമിൽ ഒരു എക്സാക്ട് ടൈമിൽ ഫേസ് ലിഫ്റ്റ്സും അപ്ഗ്രേഡ്സും പ്രോഗ്രസീവ് അപ്ഗ്രേഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് എപ്പോഴും അവർ നിർത്തിയിട്ടുണ്ട്. എങ്കിലും ഒരു 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 ഫേസ് ലിഫ്റ്റോ അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് വേണ്ട ഒരു സമയമായിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വരുന്നത് ഒരു പ്രൈസാണ്. പ്രൈസ് ടാഗ് എന്ന് പറയുന്നത് മറ്റു വണ്ടികളായിട്ട് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഹയർ ആണ്. നമ്മൾ ഈ ഫീച്ചേഴ്സൊക്കെ തന്നെ ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് ചില മറ്റു വണ്ടികളിലും പ്രൈസ് കുറഞ്ഞ വണ്ടികളിൽ കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഡ്രോബാക്സ്. ഇതൊക്കെയാണെങ്കിലും നമ്മൾ എപ്പോഴൊക്കെ കോമ്പസ് ഓടിക്കുന്നു അപ്പോഴൊക്കെ ഇറ്റ് റിമൈൻഡ്സ് us why we bought it. ബിക്കോസ് കോമ്പസ് എന്നത് നോട്ട് ജസ്റ്റ് നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ വേണ്ടി മാത്രമല്ല, ഇറ്റ്സ് ഹൗ യു ഫീൽ അലോങ് ദ വേ. ദാറ്റ് ഈസ് ജീപ്പ് കോമ്പസ്. താങ്ക് യു.